ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ അത് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റിച്ചിൻ്റെ പേര് നെറ്റ് സ്റ്റിച്ചാണ്. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നെറ്റ് സ്റ്റിച്ച് തയ്ക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചുമ്മാ ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. ഇത് നമുക്ക് ഏത് ഷേപ്പിലുള്ള ഇമേജസ് ആണെങ്കിലും നമുക്ക് തയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടി ഞാൻ ചുമ്മാ ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. അത്ര പെർഫെക്റ്റ് സർക്കിളൊന്നും അല്ല, സിമ്പിളായിട്ട് ഫ്രീ ഹാൻഡും കൊണ്ട് ഒരു സർക്കിൾ വരച്ചിരിക്കുന്നതാണ്. അപ്പോൾ എന്നിട്ട് ഞാനിവിടെ പേൾ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. 2 strands ആണ് എടുത്തിരിക്കുന്നത് പേൾ കോട്ടൻ്റെ. ഒരു കട്ടിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് നെറ്റ് സ്റ്റിച്ച് തയ്ക്കുമ്പോൾ കുറച്ച് കട്ടിക്ക് നിൽക്കണമെങ്കിൽ 6 strands ഒക്കെ ഇട്ട് തയ്ച്ചാൽ നല്ലത്. ആങ്കറിൻ്റെ ചുമ്മാ സ്ട്രെയിറ്റ് ലൈൻസാണ് നമ്മൾ തയ്ക്കുന്നത്. ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻസ്. ഇതുപോലെ നമുക്ക് ഗ്യാപ്പൊക്കെ ചിലപ്പോൾ അടുത്ത് വരും, ചിലപ്പോൾ അകന്ന് പോകും. അതൊന്നും ഒരു പ്രശ്നമല്ല. ഈക്വലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫിനിഷിങ് കിട്ടും. അത് ഇല്ല എന്ന് വെച്ച് ഒരു കുഴപ്പവുമില്ല. അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ 6 ലൈൻസാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്കും ഇപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ ക്രോസ് ചെയ്ത് നമ്മൾ തയ്ക്കുകയാണ്. ഇപ്പോൾ 6 ലൈൻസ് തയ്ച്ചിട്ടുണ്ടെങ്കിൽ 6 ലൈൻസ് തന്നെ ക്രോസ് ചെയ്ത് തയ്ക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഈക്വൽ നമ്പർ തന്നെ എടുക്കുക, എന്നാലേ അതിനെ തയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വരത്തുള്ളൂ. അതുകൊണ്ടാട്ടോ ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. ഈക്വലായിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 6 ലൈൻസ് തന്നെ ക്രോസ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. ഇപ്പോൾ നമുക്ക് 5 വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 6 ആക്കാൻ വേണ്ടി ഞാൻ മേളിൽ ഒരെണ്ണം കൂടെ ഞാൻ തയ്ക്കുകയാണ്. ഇപ്പോൾ 6 ആയി, ഈക്വൽ നമ്പർ തന്നെയായി. ഇനി എടുക്കുന്നത് ഞാൻ ഇങ്ങനെ ക്രോസ് ആയിട്ട് ചെരിച്ചാണ് തയ്ക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഇവിടെ എടുത്തു കേട്ടോ, ടേൺ ചെയ്യുവാണേ. ഇവിടെ എടുത്തു. ഇനി ഇതിൻ്റെ മേളിൽ കൂടെയല്ല, താഴത്തേക്കൂടെ പോകുന്ന ഈ ലൈൻസില്ലേ, സ്റ്റിച്ചസില്ലേ, അതിൻ്റെയൊക്കെ അടിയിൽ കൂടെ നീഡിൽ പാസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ ഇത് ഈ ഒരു പോയിന്റിലാണ്, ഇങ്ങനെ ചെരിഞ്ഞാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴത്തേക്കൂടെ അടുത്ത ഇത് മേളിൽ കൂടെ പിന്നെ താഴത്തേക്കൂടെ അങ്ങനെ പോകണം. അങ്ങനെയാണ് എടുത്ത് പോകേണ്ടത്. ഓക്കെ, ഈ എൻഡ് വരുമ്പോൾ നമ്മൾ താഴ്ത്തുക. ഈ പോയിന്റിൽ നമ്മൾ എടുക്കുകയാണ്, നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് ഫ്രെയിം നമ്മുടെ സൈഡിലോട്ട് തിരിച്ചെടുക്കുകയാണ്. ഈ ത്രെഡ് ഇതിൻ്റെയൊക്കെ അടിയിൽ കൂടെ അങ്ങനെ എടുക്കുക. ഒറ്റയടിക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ സിംഗിളായിട്ട് എടുക്കുക. ഇതിൻ്റെ അടിയിൽ കൂടെ എന്നിട്ട് ഇനി ഇവിടെ താത്തുക. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ലൈൻസിൻ്റെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. ഇനി ഫ്രെയിം ഇപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ ടേൺ ചെയ്യുക.
അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ തയ്ച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ തയ്ച്ചിട്ടില്ല, ഒരു ഹാഫ് പോർഷനിൽ നിന്ന് നമ്മൾ തയ്ച്ചു തുടങ്ങിയത്. അപ്പം ഇനി ഈ ഒരു പോർഷനാണ് തയ്ക്കാനുള്ളത്. അപ്പോൾ നമ്മൾ നെറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തൊരു സർക്കിൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് ഇനി ഔട്ട്ലൈൻ നമുക്ക് സ്റ്റെം സ്റ്റിച്ച് കൊടുക്കാം, ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം, അതല്ല വേറെ എല്ലാം കട്ടിയുള്ള ഡബിൾ ചെയിനോ അങ്ങനെയുള്ള ഹെവി ആയിട്ടുള്ള ഔട്ട്ലൈൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ സിമ്പിളായിട്ടുള്ള ഔട്ട്ലൈൻ മതിയെങ്കിൽ സിമ്പിൾ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് ഫില്ല് ചെയ്യുമോ, അങ്ങനെ എന്തായാലും യൂഷ്വലി നമ്മൾ ചെയ്യുന്ന സ്റ്റെം സ്റ്റിച്ച് അല്ലെങ്കിൽ ചെയിൻ സ്റ്റിച്ച്. ചിലവർ അടുപ്പിച്ച് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിൽ ഫ്ലവേഴ്സിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ നെറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്യാറുണ്ട്. സാരീസിലൊക്കെ തയ്ക്കുമ്പോഴും ഇതുപോലെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവർ പെറ്റൽസ് തയ്ച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ്. ഈ ബെഡ്ഷീറ്റ്സിലൊക്കെ ആപ്പിൾസ്, സ്ട്രോബെറീസൊക്കെ നെറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്ത് ഫില്ല് ചെയ്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്ക്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.